നമസ്കാരം, ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് വിജിനി. ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസ് കൊണ്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഇന്നലത്തെ വീഡിയോസിന് നിറയെ സ്നേഹം തന്നതിന്, ലൈക്ക് തന്നതിന് ആൻഡ് കോമൻറ്റ്സ് ചെയ്തതിന് ഒരുപാട് നന്ദി. സോ ഇതെൻ്റെ 2 വർഷത്തെ മുന്നേ ഉള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. കാരണം ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ടൈമിൽ പോലും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല വീഡിയോ ഇങ്ങനെ. കാരണം ട്രിഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കാരണം അത് ഡീപ്പ് ലെയർ ഓഫ് ഹീലിംഗ് ആണ്. കണ്ടിന്യൂസ് 2 വർഷത്തെ ഹീലിങ്ങിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയിലാണ് ഞാൻ അറിയുന്നത്, ലൈക്ക് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്ന ആ കോച്ച് ട്വിൻ ഫ്ലെയിം യൂണിവേഴ്സുമായിട്ട് ഉടക്കി എന്തോ പ്രശ്നം വന്ന് പുള്ളിക്കാരത്തി അവിടുന്ന് റിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ച ഓരോരുത്തരും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു TFU. സോ അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഈ 2 വർഷത്തെ ഇന്നർ വർക്കും എൻ്റെ ഡെഡിക്കേറ്റഡ് ടു ഫോർ മൈ സെൽഫാണ്. എനിക്ക് വേണ്ടി എങ്ങനെ സ്റ്റാൻഡ് കൊള്ളണം. കാരണം എൻ്റെ ലൈഫിൽ ഈ ഒരു സെനോറിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫിയർ ആയിരുന്നു. അതോറിറ്റി ഫിഗറിനെ ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരുന്നു. ആൻഡ് രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉള്ളിലെ ഡൗട്ട്. ട്വിൻ ഫ്ലെയിം യെസ് എനിക്ക് അറിയാം, പൂർണ്ണമായി അറിഞ്ഞിട്ട് പോലും നമ്മളെല്ലാവരും അങ്ങനെയാണ്. സോ നിങ്ങൾ അങ്ങനെ ആകാതിരിക്കാനാണ്, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ലൈക്ക് എൻ്റെ ഉള്ളിലെ ഫിയർ, ഡൗട്ട്, എനിക്ക് എല്ലാം കൃത്യമായി അറിയാം ദാറ്റ് ഹീ ഈസ് മൈ ട്വിൻ ഫ്ലെയിം. ആൻഡ് ഞാൻ ചെയ്യുന്ന മിറർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇന്നർ വർക്കിൻ്റെ അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഡൗട്ട് ചെയ്യുന്നത് എൻ്റെ കണക്ഷനെ. സോ എൻ്റെ ഉള്ളിലെ ഡൗട്ട് എല്ലാം കൂടെ ചേർന്ന് മാനിഫെസ്റ്റ് ചെയ്ത ഒരു അവിയൽ എന്നല്ല, വളരെ ഫിയർഫുൾ ആൻഡ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. സോ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ദൈവത്തെ ഓർത്ത് അവനവൻ്റെ സോളിനെ വിശ്വസിക്കുക. ട്വിൻ ഫ്ലെയിമിൻ്റെ കൺഫർമേഷന് വേണ്ടി അവിടെയും ഇവിടെയും നടക്കാതെ നിങ്ങളുടെ സോള് പറയുകയാണ് ദാറ്റ് ദിസ് ഈസ് യുവർ മാൻ. അദ്ദേഹം മാരീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കട്ടെ, മീൻസ് ഭാര്യ മരിച്ചിട്ട് നിൽക്കുന്നതായിക്കോട്ടെ, കുട്ടികളുള്ളതായിക്കോട്ടെ, നിങ്ങളെക്കാട്ടി ഒരുപാട് വയസ്സിന് മൂത്തതായിക്കോട്ടെ, നിങ്ങളെക്കാട്ടി ഇളയതായിക്കോട്ടെ, ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ള ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്ന് വരുന്നതായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും, നിങ്ങൾ മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങളുടെ ഫെമിനൻ, ഈ പറഞ്ഞ സെയിം കേസസ് ലൈക്ക് മാരീഡ് ആയിരിക്കാം, നിങ്ങളും മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനൻ അൺമാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ വിഡോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടി മൂത്തതായിരിക്കാം, ഇളയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ കാസ്റ്റ് ആയിരിക്കാം, വേറെ കൺട്രി, അല്ലെങ്കിൽ സെയിം ജെൻഡർ ആയിരിക്കാം, ട്രാൻസ്ജെൻഡർ ആയിരിക്കാം, വാട്ട് എവർ ദ കണ്ടീഷൻസ്, യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സോൾ, ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീല് വരുവാണ് ദാറ്റ് ദിസ് ഈസ് യുവർ മാൻ അല്ലെങ്കിൽ ദിസ് ഈസ് യുവർ വുമൻ, ജസ്റ്റ് ട്രസ്റ്റ് ഇറ്റ്. ഡോണ്ട് ഡൗട്ട് യുവർ സോൾ, അല്ലെങ്കിൽ ഡോണ്ട് ഡൗട്ട് യുവർ ഇൻറ്റ്യൂഷൻ. സെക്കൻഡ് ഗസിങ്ങിന് പോകരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്ന അനുസരിച്ച്, കാരണം ഇന്നർ വർക്കിൻ്റെ ലെയർ ഡീപ്പാണ്. നിങ്ങൾ ചെയ്യുന്ന ഇന്നർ വർക്ക് ഡീപ്പ് ലെയറിലായിരിക്കും. അതായത് ഉള്ളി പൊളിക്കുന്ന പോലെ പെട്ടെന്നല്ല, ഒരു ലെയർ കഴിഞ്ഞ് അടുത്ത ലെയർ വന്നു, അടുത്ത ലെയർ, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണല്ലേ ഉള്ളി ശൂന്യമാവുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ട്രോമ അല്ലെങ്കിൽ ഓരോ പാറ്റേണും നമ്മുടെ ലൈഫിലുള്ളത്. സോ ഓരോ ലെയറും ഹീൽ ചെയ്താണ് നമ്മൾ കോറിലെത്തുമ്പോൾ അത് മൊത്തത്തിൽ ഹീൽ ചെയ്ത് പിന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാതെ വരും. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ പിന്നെ നിങ്ങൾ ട്രിഗർ ചെയ്യത്തില്ല. സോ അതോറിറ്റേറ്റീവിനെ ഫിഗറിനെ ഭയപ്പെടുന്ന ഒരു രീതിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഹ്യൂമിലേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ലോങ് ഞാൻ ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എപ്പോഴും പഴി കേട്ടുകൊണ്ടിരുന്ന ഒരു എക്സ്പീരിയൻസ് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഉണ്ടായിരുന്നു. സോ എന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ റെസ്പോണ്ട് ചെയ്യാതെ ഒരു ഷെല്ലിൽ എന്നിൽ ഒതുങ്ങും. എന്നിട്ട് ഞാൻ ഇരുന്ന് കരയും, ലൈക്ക് എന്നിൽ ഒതുങ്ങി. പിന്നെ ഞാൻ പുറത്ത് പോവാതാവും, ആരോടും മിണ്ടാതാവും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ, സ്കൂൾ ടൈമിലൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കോളേജ് ടൈമിലാണ് ഞാൻ അങ്ങനെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ബട്ട് സ്കൂൾ ടൈമിൽ ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര ഞാൻ ചെയ്യാത്ത തെറ്റിനുള്ള ഹ്യൂമിലിയേഷൻ. സോ അതുകൊണ്ട് എനിക്കൊരു അതോറിറ്റേറ്റീവ് ഫിഗറിനെ പേടിയാണ്. പക്ഷേ എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ കേസിൽ മാത്രം എൻ്റെ സോൾ അത് കേൾക്കത്തില്ല.
ആരെങ്കിലും പറയാം ദാറ്റ് യുവർ യൂണിയൻ ഇസ് നോട്ട് മെൻ ടു ബി, അല്ലെങ്കിൽ യൂണിയൻ പോസിബിൾ അല്ല ഈ ലൈഫ് ടൈമിൽ, അല്ലെങ്കിൽ യൂണിയന് വേണ്ടിയല്ല ട്വിൻ ഫ്ലെയിംസ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെപ്പറേഷൻ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യും. ഇനി എത്ര വലിയ അതോറിറ്റി പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഗോഡ് ഈ ഒരു ടീച്ചിങ്, ഈ ഒരു സെനാറിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ചത് ലൈക്ക് ഐ ഹാവ് ദ പവർ ടു സേ നോ. എൻ്റെ കയ്യിൽ പവർ ഉണ്ട് നോ പറയാൻ, സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിനെ നോ പറയാൻ, അല്ലെങ്കിൽ കൺട്രോളിനെ നോ പറയാൻ, മാനിപ്പുലേഷനെ നോ പറയാൻ. എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ഒരാളായിക്കോട്ടെ, അവരായിട്ട് അവർ സെപ്പറേഷൻ ചൂസ് ചെയ്യുന്നത് മൊമെന്റിൽ എനിക്ക് അവരെ ഡിസ്മിസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത പൊസിഷനിൽ നിന്ന് താഴെ ഇറക്കാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. യെസ്, എനിക്ക് ബിട്രയൽ എന്നൊരു ഇമോഷനാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. സോ എൻ്റെ ഉള്ളിൽ ഇന്നർ ബിട്രയൽ ഞാൻ ഹീൽ ചെയ്യുന്നവരെ ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പം ഞാൻ എൻ്റെ സെൽഫിനെ കുറച്ച് എക്സ്പ്രസ് ചെയ്യാനും എനിക്ക് പിന്നീട് മടിയായിരുന്നു. അതിന് മുന്നേ ഉള്ള ഞാൻ എൻ്റെ ജേർണീനെ എക്സ്പ്രസ് ചെയ്യുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നീട് ഐ ഫീൽ ജസ്റ്റ് ടെറിഫൈഡ്. ലൈക്ക് എനിക്ക് പിന്നെ എൻ്റെ യൂണിയനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊരു ഫീല് വന്ന്. ആൻഡ് ലൈക്ക് എന്തെങ്കിലും മീൻസ് വലിയൊരു ബ്രേക്ക് ത്രൂ വരുമ്പോൾ, എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ അത്രയ്ക്ക് ഡിവൈൻ ഗൈഡൻസ് വരുമ്പോൾ മാത്രം ഷെയർ ചെയ്താൽ മതി രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയി. കാരണം ഈശ്വരൻ ഗൈഡ് ചെയ്തപ്പോൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ 2 വർഷത്തെ മുന്നേയുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ആൻഡ് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ത്രൂ വന്നപ്പോഴാണ്. ലൈക്ക് എനിക്ക് എതിരെ സംസാരിച്ചവരിലൊക്കെ ജസ്റ്റിസ് ഈശ്വരനാണ് പ്രൊവൈഡ് ചെയ്തത്, മഹാദേവൻ്റെ ആൻസർ ആയിരുന്നു. ഞാൻ അതാ പറയുന്നത്, നമ്മളെ നെഗറ്റീവ് എനർജീസിന് അല്ലെങ്കിൽ നമ്മളെ യൂണിയൻ അല്ലാത്ത ഒരു കോൺഷ്യസ് സെപ്പറേഷനിലോട്ട് ആൾക്കാർ നമ്മളെ പിടിച്ച് വലിക്കും. കാരണം സെപ്പറേഷൻ കോൺഷ്യസിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ലെങ്കിൽ സെപ്പറേഷൻ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേക്ക് യൂണിയൻ ആയിട്ട്, അല്ലെങ്കിൽ ഫേക്ക് ലവ് വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഫേക്ക് ഗോഡിനെ നമുക്ക് ചൂസ് ചെയ്ത് അധികം നാളും നിലനിൽക്കാൻ പറ്റത്തില്ല. ഒരു സമയമാകുമ്പോൾ നമ്മളത് തച്ചുടച്ച് നമ്മളെ താഴെ ഇടുക തന്നെ ചെയ്യും. ആൻഡ് നിങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നോ മാറ്റർ വാട്ട്, യു ഹാവ് ടു ലവ് യുവർ സെൽഫ്, യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സോൾ. നിങ്ങൾ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സോളിനെ പ്രണയിക്കുക. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ ചെയ്യുന്ന ഇന്നർ വർക്കിന് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അതൊരു സ്ലോ പ്രോസസ് ആയിരിക്കാം. ചിലരുടെ ഭയങ്കര സ്പീഡിലി നടക്കും, കാരണം അവരുടെ പാസ്റ്റ് ലൈഫിൽ അത്രയും അവർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ചിലർക്ക് ഇല്ല ആമയെ എഴയുന്ന പോകുന്നതായിരിക്കാം, ചിലർക്ക് ഒച്ചിനെ പോലെയുള്ള സ്പീഡായിരിക്കാം. സോ നമ്മളുടെ ജേർണി ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ബാക്കിയുള്ളവരുടെ ബ്രേക്ക് ത്രൂ കണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ യൂണിയൻ കണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേഗം കിട്ടുന്നു എന്നുള്ള കാര്യം ചെയ്ത് കമ്പാരിസണിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള സൈക്കിൾസിനെ ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ എൻ്റെ ഉള്ളിലെ ഡൗട്ട് കാരണം ആൻഡ് ഞാൻ വിചാരിച്ച, പിന്നെ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്വിൻ ഫ്ലെയിം മീൻസ് ചേഞ്ച് ആയി പോകും. എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഭയങ്കര ഡിവോട്ടഡ് ആയിട്ട് സ്നേഹിച്ച ഹസ്ബൻഡിനെ പിന്നെ എനിക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. സോ സംവെയർ ഞാൻ വിചാരിച്ചത് ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരാളാണ്. സോ ഈ ഒരു ബിലീഫ് സിസ്റ്റം കൂടിയാണ് ഈ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. സോ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ആർക്കും തന്നെ മാറ്റാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഫിക്സ്ഡ് ആണ്. നിങ്ങൾ ഫിക്സ് ആയിരിക്കുന്ന പോലെ നിങ്ങളുടെ ഈ കൈനെ വെട്ടിമുറിച്ച് മാറ്റിയാൽ മാത്രമേ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു കൈ നാളെ ആകുമ്പോൾ വേറൊരു കൈയായി മാറത്തില്ല. മനസ്സിലായില്ലേ? സോ നിങ്ങളുടെ ഓരോ ബോഡി പാർട്ട് പോലെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. അതിനെ നമുക്ക് ഇനി മീൻസ് പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറ്റത്തില്ല. നിങ്ങളുടെ സോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ദാറ്റ് ദിസ് ഈസ് യുവർ മാൻ, ഇറ്റ്സ് യുവർ മാൻ, ഇത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. ദാറ്റ്സ് ഇറ്റ്. വേറെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഇന്നർ വർക്ക് ചെയ്യുക. ഇന്നർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആ പ്രോഗ്രസ് കാണിക്കും. പക്ഷെ ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, ഒരുപക്ഷെ ഫാസ്റ്റ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും യു ഹാവ് ടു റെസ്പെക്ട് യുവർ ജേർണീനെ റെസ്പെക്ട് ചെയ്യുക, ഡൗട്ട് ചെയ്യാതിരിക്കുക, ഈശ്വരനെ മുറുക്കെ പിടിക്കുക. എന്ത് തന്നെ ആയിക്കോട്ടെ, ലവ് ചൂസ് ചെയ്യുക. ചൂസ് ലവ്. എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ചൂസ് ലവ് ഓർ ചൂസ് സെപ്പറേഷൻ. യെസ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു മൊമെന്റിൽ യൂണിയനെ ചൂസ് ചെയ്യാൻ, ലവിനെ ചൂസ് ചെയ്യാൻ, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ. കാരണം ഈ ലോകം മൊത്തം എനിക്കെതിരെയായിരുന്നു സംസാരിച്ചത്. എൻ്റെ കയ്യിൽ ഒരു പ്രൂഫ് പോലും ഇല്ലായിരുന്നു. കാരണം അപ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പം നിന്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ മാരേജ് കഴിഞ്ഞതോ, ആൻഡ് നിങ്ങളപ്പം സംസാരിക്കാതായതോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരവില്ല അവർക്ക് കൊടുക്കാൻ. ബട്ട് ബിക്കോസ് ഇറ്റ്സ് എ ഫീലിംഗ് ആൻഡ് ഇമോഷൻ ആണ്. എൻ്റെ ഉള്ളിലെ ഫീലിങ്സ് ആണ് ദിസ് ഈസ് മൈ മാൻ,
ആ ഫീലിങ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്ത് ആ സമയത്ത് ആ സോളിൻ്റെ കൂടെ ഞാൻ നിൽക്കാം. കാരണം മൈൻഡ് ഭയങ്കര ലൗഡായിട്ട് സെപ്പറേഷനെ ചൂസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ആൾക്കാർ ആ തരത്തിലൊക്കെ മീൻസ് എൻ്റെ ഉള്ളിലെ ട്രിഗറിനെ, എൻ്റെ ഉള്ളിലെ ഫിയറിനെ, അപ്സെറ്റിനെ ചുറ്റുമുള്ള ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്ത് അത് ഇരട്ടിയായിട്ട് കാണിച്ചു തരുമ്പോൾ യൂണിയനെ മിണ്ടാതിരുന്ന്, ആർക്കും ഉത്തരം കൊടുക്കാതെ മിണ്ടാതിരുന്ന് ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നവരെല്ലാവരും ഞാൻ ബ്ലോക്ക് ചെയ്താണ് കൊടുത്തത്. കാരണം കാരണം മാനസികമായി അത്രയും തളർന്ന്, മനസ്സിലായില്ലേ? എന്നും പിന്നെ പ്രാർത്ഥന, യൂണിയനെ ചൂസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഇന്നർ വർക്ക് ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്യുക, കോച്ചിനോട് കണക്ട് ചെയ്യുക, ഹീലിംഗ് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ പണി. ഹീല് ചെയ്യുക, മിണ്ടാതിരുന്ന് ഹീല് ചെയ്യുക. പിന്നെ ഫീല് മീൻസ് ഈശ്വരൻ ഗൈഡ് ചെയ്യുമ്പോൾ വീഡിയോസ് ഉണ്ടാക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഗൈഡൻസ് തരിക, എനിക്ക് കിട്ടിയ ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുക. ഇതാണ് ആകെ ഞാൻ ചെയ്ത ഈ 2 വർഷത്തുള്ള ഒരു ലൈക്ക് അതിൻ്റെ മീൻസ് ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് പിന്നെ അവര് മീൻസ് ആ ഒരു കോച്ചിനെ അവിടെ നിന്ന് പോയപ്പോൾ, അല്ലെങ്കിൽ അവരവിടെ നിന്ന് പോയെന്നറിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഷോക്കായിരുന്നു. കാരണം ആ 2 വർഷം ഞാൻ അനുഭവിച്ച എല്ലാ കാര്യം എൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ആൻഡ് കുറച്ച് നേരത്തെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ഫീലിങ്ങിലായിരുന്നു. ആൻഡ് കാരണം ഇറ്റ്സ് എ ടഫായിരുന്നു ആ ജേർണി. വളരെ ഈസിയാണെന്ന് ഞാൻ പറയത്തില്ല, വളരെ ടഫായിരുന്നു. സോ ദൈവത്തെ ഓർത്ത് ഞാൻ അനുഭവിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. അത് അത്രയും മോശപ്പെട്ട എക്സ്പീരിയൻസാണ്. മോശം വെച്ചാൽ ഭയങ്കര പെയിൻഫുള്ളാണ്, നല്ലത് ചീത്തയെന്നല്ല, വളരെ പെയിൻഫുള്ളാണ്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ തോന്നും ഗിവ് അപ്പ് ചെയ്യാൻ. കാരണം നമുക്ക് ആർക്കും അതാ പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ പ്രൂഫിന് വേണ്ടിയായിരിക്കും എല്ലാം ചെയ്യുന്നത്. ലൈക്ക് ഇന്ന് ഞാൻ മിറർ എക്സസൈസ് ചെയ്യുമ്പോൾ നാളെ എൻ്റെ ട്വിൻ ഫ്ലെയിം യൂണിയൻ സംഭവിക്കണം, അല്ലെങ്കിൽ നാളെ എൻ്റെ ട്വിൻ ഫ്ലെയിം ആ രീതി പെരുമാറണം എന്നുമില്ല. നിങ്ങളുടെ യൂണിയനിലെ ഫിയർ, ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസ് എല്ലാം റിവീൽ ചെയ്ത് കാണിക്കും ഗോഡ്. ദ മൊമെന്റ് നിങ്ങൾ യൂണിയൻ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ ചൂസ് ചെയ്യുമ്പം നിങ്ങളുടെ സ്പിരിച്വൽ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആവുകയാണ്. ഫാസ്റ്റ് ഫോർവേഡ് ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്തോ, നിങ്ങളുടെ ഇന്നർ മോസ്റ്റ് ഫിയറും ട്രോമാസും എല്ലാം സർഫസ് ലെവലിൽ വരും. ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് വെക്കും. സോ ഇപ്പം ഈ കോച്ച് തന്നെ ആക്ടിവിറ്റി പോകാനുള്ള കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് ഞാൻ ആ ലെസനെ പഠിച്ചത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പെയിൻഫുൾ ലെസൺസിനെ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ലവിങ്ലി, ജോയ്ഫുള്ളി, ഈസി വേയിൽ നമുക്ക് ലെസൺസിനെ പഠിക്കാം. ഇത്രയും കഠിനമായ സഫറിങ്ങിലൂടെ പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. യെസ്, ആ നിമിഷവും കടന്നു പോകും. പക്ഷെ ആ കടന്നു പോകുന്ന ടൈം ഓഫ് പീരീഡിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ മീൻസ് കാരണം ശരിയാ, നമ്മൾ കോച്ചിങ്ങിന് പോകുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ഒരു സമയം മൊമെന്റ് ആകുമ്പോൾ രാത്രി നമ്മൾ തനിച്ചാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ കുറേ തോട്ട്സ് വരും, ഇന്നർ ഡയലോഗ്സ് ഉണ്ട്. അതിനെയൊക്കെ മറികടന്ന് യൂണിയനെ ചൂസ് ചെയ്ത്, ലവിനെ വീണ്ടും വീണ്ടും ചൂസ് ചെയ്ത്, നമ്മുടെ ട്വിൻ ഫ്ലെയിമിൽ അൺകണ്ടീഷണലി ലവ് ചെയ്ത്, നമ്മളെ ലവ് ചെയ്ത്, ഗോഡിനെ മുറുക്കെ പിടിച്ച് പോകുന്നൊരു കാര്യം നല്ല സ്ട്രോങ് ലെവലിൽ നമ്മളെ സ്ട്രോങ് ആക്കും. ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ വളരെയധികം സ്ട്രോങ് ആക്കി. എൻ്റെ സോൾ എത്രമാത്രം പവർഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ലൈറ്റ് എത്രമാത്രം പവർഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. എത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം ഈശ്വരൻ നമുക്ക് വേണ്ടി ഈ യൂണിവേഴ്സ് മൊത്തം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കും എന്ന് ഞാൻ പഠിച്ചു. എനിക്ക് വേണ്ടി ഞാൻ കറക്റ്റ് സ്റ്റാൻഡ്, അതായത് ആ ടോക്സിക് കോച്ചിൽ നിന്ന് ഞാൻ ഒരു ഗുഡ് മീൻസ് ലവിങ് യൂണിയൻ വൈബ്രേഷനുള്ള കോച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം എൻ്റെ ട്വിൻ ഫ്ലെയിമും ആ ഒരു എൻ്റെ ട്വിൻ ഫ്ലെയിമും സഡൻ റീ എൻട്രി ആണ് വന്നത് ലൈഫിലേക്ക് വീണ്ടും. ആൻഡ് പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഞാൻ എൻ്റെ ജേർണി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് പോയ കോച്ചിൻ്റെ അടുത്താണ് വീണ്ടും എനിക്ക് ഗൈഡൻസ് വന്ന് റീജോയിൻ ചെയ്യാം. ഇപ്പോൾ എൻ്റെ നിലവിലുള്ള കോച്ചിന് ഗൈഡൻസ് വന്നു ടു ജോയിൻ ഫാമിലി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ. ആൻഡ് മാമിൻ്റെ ട്വിൻ ഫ്ലെയിമും ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ബിക്കോസ് ട്വിൻ ഫ്ലെയിംസ് വരുന്ന സോൾ പർപ്പസ് ചെയ്യാണ്. സോ അവരുടെ പർപ്പസ് ഫാമിലി ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അവിടെ യൂണിയൻ വൈബ്രേഷനെ കൊണ്ടുവരാനാണ്. സോ എനിക്ക് എൻ്റെ ആ കോച്ച് ഗൈഡൻസ് തന്നത് ഗോ ബാക്ക് ടു യുവർ ഫസ്റ്റ് കോച്ച്. ആദ്യത്തെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് കോച്ചായിരുന്നു. അതേം ഒരു മാസ്കുലൻ എനർജി ആയിരുന്നു. ഫെമിനൻ എനർജീനെ ഞാൻ നല്ല രീതിയിൽ ഹീൽ ചെയ്തു. സോ നൗ ഇറ്റ്സ് ടൈം ടു മാസ്കുലനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ മാസ്കുലൻ്റെ, കാരണം എൻ്റെ മാസ്കുലൻ്റെ ഈ ഒരു പ്രോസസ്സിൽ ഇറ്റ്സ് എ പെയിൻഫുൾ പ്രോസസ് ആയിരുന്നു. യെസ്, പിന്നെ സപ്പോർട്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ മുടക്കിയില്ല. എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊണ്ടു. അതുകൊണ്ട് എൻ്റെ ട്വിൻ ഫ്ലെയിമും എനിക്ക് വേണ്ടി നിലകൊണ്ടു. ആൻഡ് ലൈക്ക് ഇറ്റ്സ് എ ബ്ലിസ്ഫുൾ
യെസ് ബ്ലിസ്ഫുൾ ആണ്. പക്ഷെ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ആ ഭഗവാൻ തരുന്ന ആ പ്രസാദം പോലെ നമ്മുടെ യൂണിയനെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും യെസ് സൂര്യൻ ഒരിക്കലും സൂര്യൻ്റെ കിരണങ്ങൾ അല്ലെങ്കിൽ ലൈറ്റിനെ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. അതെന്നായാലും അതിൻ്റെ പവർഫുൾ അല്ലെങ്കിൽ ലൈറ്റിനെ കാണിച്ചിരിക്കും. അതുപോലാണ് നമ്മുടെ ഓരോരുത്തരുടെ സോള്. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ മെയിൻ കാരണം നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് കരുതി, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പോൾ ഇതായിരിക്കത്തില്ല, ഡൗട്ട്ഫുള്ളി ജീവിക്കരുത്. അങ്ങനെ എത്ര നാൾ നിങ്ങൾ ഡൗട്ട്ഫുള്ളി ഇരിക്കുന്നോ അത്ര നിങ്ങളുടെ യൂണിയൻ സ്റ്റക്കായിരിക്കും, നിങ്ങളുടെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. ഇന്നർ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. നിങ്ങൾ എത്രമാത്രം നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ഉള്ളൂ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അദ്ദേഹവും റിഫൈൻ ചെയ്ത് വരും, ലൈക്ക് അദ്ദേഹവും ഹീൽ ചെയ്ത് വരും. ആൻഡ് അത് ഇനി നിങ്ങൾ ഇപ്പം ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മെല്ലെ ടാറ്റ പറഞ്ഞു പോകും. ആൻഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിലേക്കുള്ള വഴീനെ അദ്ദേഹം ഈസി ആക്കുകയാണ്. സോ ഫോൾസ് എക്സ്പീരിയൻസ് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രൂ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഒരു എക്സ്പീരിയൻസും മോശമല്ല. യെസ്, നമ്മളെ ചില ലെസൺസ് പഠിപ്പിക്കും. സോ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ ചോയ്സ് ആണ് ആ ലെസണിനെ പെയിൻഫുള്ളി പഠിക്കണോ അല്ലെങ്കിൽ ലവിങ് വൈബ്രേഷനിൽ പഠിക്കണം. സോ പെയിൻഫുള്ളി ആൻഡ് സഫറിങ് പഠിക്കുകയാണെങ്കിൽ വളരെ പാടാണ്, പക്ഷെ അതിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. ബട്ട് മേക്ക് എ ചോയ്സ്, ലൈക്ക് എൻ്റെ ജേർണി ഈസി, ലവിങ് ആൻഡ് ജോയ്ഫുൾ ആയിരിക്കട്ടെ. ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ്. സോ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെ, എൻ്റെ ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ നമുക്ക് വേണ്ടി നിലകൊള്ളുക, ഈശ്വരൻ നമുക്ക് വേണ്ടി നിലകൊള്ളും. ആൻഡ് നമ്മുടെ ഇന്നർ വർക്കിന് എന്തായാലും ഒരു ഫലം ഈശ്വരൻ ഉണ്ടാകും. ഒരു പക്ഷേ അത് കുറച്ച് വൈകിട്ടാകാം, പക്ഷെ അതിനെ നിങ്ങൾ എന്താ പറയുക, അതിൽ നിന്ന് പിന്മാറരുത്. ഇന്നർ വർക്കിൽ നിന്ന് ഒരിക്കലും മാറരുത്. മിറർ എക്സസൈസ് എനിക്ക് തന്ന ഒരു ലൈഫ് ജാക്കറ്റ് പോലായിരുന്നു. ഓരോ നിമിഷവും എൻ്റെ കോച്ച് സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്ലീസ് നിങ്ങൾ ജോയിൻ ചെയ്യുക ട്വിൻ ഫ്ലെയിം യൂണിവേഴ്സിൽ, ജെഫ് ആൻഡ് ഷേലയുടെ ടീച്ചിങ്സിൽ. ബിക്കോസ് യൂണിയൻ വൈബ്രേഷൻ ഉള്ളത് ആ ഒരു ടീച്ചിങ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സെപ്പറേഷനെയാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു എളിയ ശ്രമം അല്ലെങ്കിൽ ചെറിയ ശ്രമം എന്ന് വെച്ചാൽ ലൈക്ക് യൂണിയൻ ആണ് സത്യം, ലവ് ആണ് സത്യം. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഈശ്വരനും പിന്നെ ടീച്ചിങ്സ് ഓഫ് യൂണിയനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഗൈഡൻസിന് വേണ്ടി യു ക്യാൻ ബുക്ക് എ ടാരോ സെഷൻ. അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിക്കോട്ടെ, മാസ്കുലൈൻ ഹീലിംഗ് ആയിക്കോട്ടെ, ഫെമിനൈൻ ഹീലിംഗ് ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് ഹീലിംഗിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ എല്ലാം പെയ്ഡ് സെഷൻസ് ആണ്, 1-1 സെഷൻസ് ആണ്. ആൻഡ് ടാരോ കാർഡ്സ് വോയിസ് മെസ്സേജിലും ഉണ്ട്, പേഴ്സണൽ സെഷൻസും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഗൈഡ് ചെയ്യുന്നത് അത് ബുക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.